Good morning, ma'am. Good morning, ma'am. Good morning, ma'am. ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് കഴിഞ്ഞില്ലേ? ആ ചാപ്റ്റർ എടുത്ത് തീർന്നല്ലോ. Yes, ma'am. ഓക്കെ, ഒന്ന് വായിച്ചു നോക്കിയ ചാപ്റ്റർ ഒന്ന് കുറച്ചേരം കൂടി കയറട്ടെ കേട്ടോ. എന്നിട്ട് നമുക്ക് എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ഒക്കെ എഴുതാം ആ ചാപ്റ്ററിൽ. ഓണൊക്കെ എങ്ങനെയുണ്ടായി എല്ലാവരെയും? കുഴപ്പമുണ്ടായില്ല, തട്ടുമുടി പോയി. മിസ്സിന് ഫീവർ ആയിരുന്നു. ഫീവർ മാറി, ബാക്കി കഫും ഇതൊന്നും മാറിയിട്ടില്ല. എക്സാം എന്നായിട്ട് വന്നെ ഈ ഫസ്റ്റ് സെക്കൻഡ് മുടികളുണ്ട്? നിങ്ങൾ പറയൂട്ടാ, നിങ്ങൾക്ക് ശരിക്കും 3 മാസം കഴിയുമ്പോഴാണ് എക്സാം. ഫസ്റ്റും സെക്കൻഡും കഴിയുമ്പോഴേക്കും നിങ്ങൾ എക്സാമിന് മുമ്പ് പറയും. നിങ്ങൾക്ക് എക്സാമിന്റെ ഒക്കെ ഡീറ്റെയിൽ വീഡിയോ നിങ്ങളുടെ ഗൂഗിൾ ക്ലാസ് റൂമിൽ ഇട്ടിട്ടുണ്ടായിരുന്നു, കണ്ടിരുന്നോ നിങ്ങൾ? സാറിന്റെ ക്ലാസ്. ഓക്കെ. എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ചെയ്താ? എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ ബയോമെഡിക്കൽ വേസ്റ്റുമായി, ആ ചാപ്റ്ററുമായി ബന്ധപ്പെട്ട്? ഇനി ഡൗട്ട്സ് വല്ലതുണ്ടോ? ഇല്ല. പറ, റിപ്ലൈ താമസിച്ചിന്, എന്നാലല്ലേ അറിയാൻ പറ്റുള്ളൂ. ഇല്ല. ഓക്കെ. ക്വസ്റ്റ്യൻ എഴുതിക്കോ. Biomedical waste management extra questions. First one, first question, any waste containing infective or
infective or potentially infectious material is called potentially infectious materials is called എന്താണ് ക്വസ്റ്റ്യൻ കിട്ടിയോ okay. any waste containing ഒന്നുകൂടെ പറയാം മിസ് any waste containing infective or potentially infectious materials is called biomedical waste. Clear? കിട്ടിയ ക്വസ്റ്റ്യൻ എല്ലാവർക്കും any waste containing infective or potentially infectious materials is called biomedical waste. Okay. Next question. WHO stands for എന്താണ് WHO World Health Organization. Okay. Next question. Discarded medicines and cytotoxic drugs are included in which category? എന്താണ് okay. Discarded medicines and cytotoxic drugs are included in which category? ഏതാണ് കാറ്റഗറി? ഓക്കെ, കാറ്റഗറി നമ്പർ 5 അല്ലേ? ഓക്കെ, കിട്ടിയില്ലേ?
Okay, next question പറഞ്ഞോട്ടെ മിസ്. Category number 10. Category number 10. Category number 10 included which type of waste? Okay. Which type of waste? Category number 10 included which type of waste? Okay. Good. ഒരാൾ ആൻസർ പറഞ്ഞിട്ടുണ്ട്. ഏതാണ്? കെമിക്കൽ വേസ്റ്റ് അല്ലേ? ഓക്കെ, കെമിക്കൽ വേസ്റ്റ്. കെമിക്കൽ വേസ്റ്റ്. ഓക്കെ, ഇപ്പൊ മനസ്സിലായോ എങ്ങനത്തെ ക്വസ്റ്റ്യൻ ആയിരിക്കും വരുന്നതെന്ന്? ക്ലിയർ ആയോ? ആ കാറ്റഗറി ടേബിളിൽ നിന്ന് ഏത് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരുന്നതെന്ന്? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which color bag contain solid waste? Which color bag contain solid waste? Okay, red plastic ബാഗിലാണ് സോളിഡ് വേസ്റ്റുകൾ സൂക്ഷിക്കുന്നത്. Which color bag contain solid waste? Red. Sixth question, biomedical waste management. Biomedical waste management rules released by. Biomedical waste management rules released by. Biomedical waste management rules released by. എന്താണ് ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് റൂൾസ് വന്നത്? റിലീസ് ചെയ്തത് എന്താണ്? എന്താണ്? രണ്ടായിരത്തി 2016. Next question പറഞ്ഞോട്ടെ മിസ്. Which method is Which method is useful for? Which method is useful for? Which method is useful for treating pharmaceutical and for incineration ashes. Pharmaceuticals and for incineration ashes having high metal content. Having high metal content. Which method is useful for treating? Which method is useful for treating pharmaceutical and for incineration ashes having high metal content? ഏത് മെത്തേഡ് ആണ് ഡിസ്പോസ് ചെയ്യാൻ ഈ
നമ്മുടെ ഫാർമസ്യൂട്ടിക്കൽ മെഡിസിൻസിന്റെ വേസ്റ്റും ഇൻസിനറേഷൻ ആഷസ് ഒക്കെ കൂടുതൽ ഡിസ്പോസ് ചെയ്യാനായിട്ടുള്ള മെത്തേഡ് ഏതാണ്? ഒരു മെത്തേഡ് പറഞ്ഞില്ലേ, സിമെന്റുമായോ ലാൻഡ് ഫിൽ അല്ല, വേറൊരു മെത്തേഡ് പറഞ്ഞത് ഓർമ്മയുണ്ടോ? ലാസ്റ്റത്തെ എന്താണ്? സിമെന്റുമായോ അതല്ലെങ്കിൽ കുമ്മായമായോ കളക്ടിങ് ആണിട്ട് എന്താണ് നമ്മുടെ മെഡിസിൻസിന്റെ പൊടിയൊക്കെ കളക്ട് പറഞ്ഞിരുന്ന ഓർമ്മയുണ്ട? ഇൻഹെർട്ടൈസേഷൻ ഏതായിരുന്നു? ഇൻഹെർട്ടൈസേഷൻ. അതിൽ കറക്റ്റ് ആയിട്ട് പോയിന്റ് തന്നെ പറയുന്നുണ്ട്, കേട്ടിട്ടുണ്ടോ? ഓർമ്മയില്ലേ? ഇൻഹെർട്ടൈസേഷൻ. ഓർമ്മ വന്നാ? ബ്ലീച്ചിങ് പൗഡറുമായോ കുമ്മായമായോ അല്ലെങ്കിൽ സിമന്റുമായോ എന്താണ് ഈ നമ്മുടെ മെഡിസിന്റെ പൊടികൾ അല്ലെ, അതല്ലെങ്കിൽ ആഷസ് അല്ലെ, ഈ ചാരങ്ങളൊക്കെ എന്താണ് കളക്ടിങ് ആണിട്ട് നമുക്ക് ഇതിന്റെ ഇൻഫെക്ഷൻസ് ഡിസ്പോസ് ചെയ്യാന്നും പറഞ്ഞ് പഠിച്ചില്ലേ? ഓർമ്മയുണ്ടാ? ആരെന്തൊന്നും പറയാത്തെ? ആ മെത്തേഡ് ഏതാണ്? ഇൻഹെർട്ടൈസേഷൻ. മറന്നു പോകരുത്. ഇങ്ങനെയൊക്കെ ആയിരിക്കും ക്വസ്റ്റ്യൻ വരുന്നത്. ഡാഷ് ടൺസ് ഓഫ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 8th ക്വസ്റ്റ്യൻ അല്ലേ മിസ് പറയുന്നത്? 8th ക്വസ്റ്റ്യൻ അല്ലേ? ഓക്കെ. ഡാഷ് ടൺസ് ഓഫ് ബയോമെഡിക്കൽ വേസ്റ്റ്. ഡാഷ് ടൺസ് ഓഫ് biomedical waste arise at the image plant daily. Dash tons on 55.8. Good. Nitya. Okay. Okay. Dash tons of biomedical waste arrives at the image plant daily. എത്രയാണ്? 55.8 tons ആണല്ലേ? Okay. Dash tons. Dash tons of biomedical waste. Biomedical waste arrives at the image plant daily. Image plant daily. 55.8. 9th question. Where is image started? Where is image started? Simple question ആണല്ലേ? Simple അല്ലേ? എവിടെയാണ് ഇമേജ് സ്റ്റാർട്ട് ചെയ്തത്? പാലക്കാട്. ഓക്കെ. പാലക്കാടുള്ള ആരെങ്കിലും ഉണ്ടോ ഇതില്? ഉണ്ടോ? ഉണ്ട്. കേട്ടിട്ടുണ്ട് അനീഷ ഇങ്ങനെ ഇമേജിനെ പറ്റി? കേട്ടിട്ടുണ്ടോ? ഇല്ല. ഓക്കെ. കേട്ടിട്ടുണ്ട്. ശ്രീജിയുടെ വീടും പാലക്കാടാണോ? ഓക്കെ. അടുത്താണോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പറഞ്ഞോട്ടെ മിസ്. ഡാഷ് ഡിസ്പോസൽ മെത്തേഡ്. Dash disposal method
dash disposal method is based on the is based on the principle of generation of high frequency wave. ഏതാണ് ഏത് ഡിസ്പോസൽ മെത്തേഡിലാണ് ഹൈ ഫ്രീക്വൻസി ഉയർന്ന തീവ്രതയുള്ള മൈക്രോവേവ് ഇറേഡിയേഷൻ അല്ലെങ്കിൽ മൈക്രോവേവ് ഡിസ്പോസൽ മെത്തേഡ് അല്ലേ? ഡാഷ് ഡിസ്പോസൽ മെത്തേഡ് okay. Dash disposal method is based on the principle of generation of high frequency waves. Answer എന്താണ്? മൈക്രോവേവ് ഇറേഡിയേഷൻ. പിന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പറഞ്ഞോട്ടെ. ക്വസ്റ്റ്യൻ കിട്ടിയ എല്ലാവർക്കും? 10th ക്വസ്റ്റ്യൻ കിട്ടിയോ? ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ മിസ് പറഞ്ഞോട്ടെ. ഓക്കെ. Dash technologies can listen the volume of solid waste to 30% of the original volume. 30% of the original volume. എന്താണ്? കേൾക്കുമ്പോ തന്നെ അറിയാലോ ആൻസർ അല്ലേ? പറഞ്ഞോന്ന്. ഏത് ടെക്നോളജിയിലാണ്, ഏത് ഡിസ്പോസൽ മെത്തേഡിലാണ്? ടോട്ടൽ ഒറിജിനൽ ഇൻസിനറേഷൻ അല്ലേ? ഓക്കെ. ഇൻസിനറേഷൻ ടെക്നോളജി. ഓക്കെ. Dash technologies can listen the volume of solid waste to 30% of the original volume. 30% of the original volume. Incineration technology. Can listen. കുറയ്ക്കുക. LESSEN. Can listen the volume of solid waste to 30% of the original volume. Next question. BMW stands for എന്താണ്? BMW. Biomedical waste. Okay. കിട്ടിയില്ലേ എല്ലാവർക്കും? ക്വസ്റ്റ്യൻ കിട്ടിയില്ല എല്ലാവർക്കും? ക്വസ്റ്റ്യന്
11th question. Which method is useful for treating? Which method is okay? Answer inertization. Inertization. Okay. ഇനി നമുക്ക് നെക്സ്റ്റ് ചാപ്റ്റർ എടുക്കാം. മിസ് ഏത് ചാപ്റ്ററാ പറഞ്ഞേ? ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻ അല്ലെ? കഴിഞ്ഞ ദിവസം നമ്മൾ ബയോമെഡിക്കൽ വേസ്റ്റ് എടുത്തപ്പോ ജസ്റ്റ് ഒന്ന് പറഞ്ഞിരുന്നില്ലേ? ഏതാണ് അല്ലെ? കാറ്റഗറി നമ്പർ 5 എന്താണ്? ക്വസ്റ്റ്യൻ ആണോ? എന്താ നമ്മ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻസ് അല്ലെ? ജസ്റ്റ് ഒന്ന് പറഞ്ഞിരുന്നു ബയോമെഡിക്കൽ വേസ്റ്റ് എടുത്തപ്പോ അല്ലെ? എന്താണ് ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞേ? ഓക്കെ, എന്താണ് ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? എന്താണ് ആരൊന്നും പറയാത്തെ? മെസ്സേജ് അയക്ക്. ജസ്റ്റ് ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻ പറഞ്ഞിരുന്നില്ലേ? ബയോമെഡിക്കൽ വേസ്റ്റ് എടുത്തപ്പോ ജസ്റ്റ് നോസോകോമിയൽ ഇൻഫെക്ഷൻസ് എന്നൊക്കെ പറഞ്ഞു കാണിട്ട് ഓർമ്മയില്ലേ? എല്ലാരും മറന്നുപോയി അവളൊക്കെ കൂടി വന്നപ്പാ. ഓർമ്മയുണ്ട്. പറയ് കുഞ്ഞി, പറയ് എന്താണ് മിസ് പറഞ്ഞത്? എന്തായാലും ഒന്ന് പറയാത്തെ? ആ പേരിന ഹോസ്പിറ്റലിൽ നിന്നൊക്കെ ഉണ്ടാവുന്ന ഇൻഫെക്ഷൻസ്. ഓക്കെ, എന്താണ് ഹോസ്പിറ്റലിൽ പോയി എന്താണ് നമ്മ വല്ല എന്താണ് തണ്ടല് വേദന, അതല്ലെങ്കിൽ കാല് വേദന, അല്ലെങ്കിൽ പല്ല് വേദന, അങ്ങനെ എന്തെങ്കിലും ഒരു അസുഖമായിട്ട് ചെന്നിട്ട് എന്താണ് ഹോസ്പിറ്റലിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഇൻഫെക്ഷൻസ് ആണ് ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻസ്. അക്വയർ ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മ ലഭിക്കുന്ന അല്ലെ? അപ്പൊ എന്താണ് ഹോസ്പിറ്റലിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ഇൻഫെക്ഷൻസ് ആണ് ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻസ്. എന്തൊക്കെ അസുഖങ്ങളാകാം ഹോസ്പിറ്റലിൽ നിന്ന് ലഭിക്കുന്നത്? എന്തൊക്കെ അസുഖങ്ങളാവാം ഹോസ്പിറ്റലിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്? ഫീവർ വരാം. ഓക്കെ, ഗുഡ്. ഫീവർ ഉണ്ട്. പിന്നെ എന്തൊക്കെയുണ്ട്? കോൾഡ് വരാം. ഓക്കെ, പിന്നെ വേറെ എന്തൊക്കെ അസുഖങ്ങൾ ഉണ്ടാവാം? അലർജി പ്രോബ്ലംസ് അല്ലെ? ഓക്കെ, സ്കിന്നും എന്തെങ്കിലും റിയാക്ഷൻസ് അല്ലെ? അലർജീസ്. പിന്നെ എന്താണ്? യൂറിനറി ഇൻഫെക്ഷൻസ് വരാം അല്ലെ? വെരി ഗുഡ്. എന്താണ് നമ്മ വീട്ടില് നമ്മ യൂസ് ചെയ്യുന്ന ടോയ്ലറ്റ് പോലെയാണോ? എന്താണ് വീട്ടില് നമ്മ മാത്രം യൂസ് ചെയ്യുന്നുണ്ടാവൂല്ലേ ആ ടോയ്ലറ്റ്? പക്ഷെ ഹോസ്പിറ്റലിൽ എങ്ങനെയാണ്? ഒരുപാട് ആളുകൾ അല്ലെ? ഒരുപാട് ആളുകൾ യൂസ് ചെയ്യുന്ന ടോയ്ലറ്റ് ആയിരിക്കും. അപ്പൊ അവിടെ നിന്ന് നമുക്ക് എന്താണ് യൂറിനറി ഇൻഫെക്ഷൻസ് വരാനുള്ള സാധ്യത കൂടുതലാണ്. ഓക്കെ, നമുക്ക് ഹോസ്പിറ്റലിൽ നിന്ന് ആരുടെ കയ്യിൽ നിന്നൊക്കെയാണ് നമുക്ക് ഇൻഫെക്ഷൻസ് ലഭിക്കാൻ സാധ്യതയുള്ളത്? എവിടെ നിന്നൊക്കെ നമുക്ക് ഇൻഫെക്ഷൻസ് ലഭിക്കാം? പേഷ്യന്റിന്റെ കയ്യിൽ നിന്ന് ലഭിക്കാം. പിന്നെ ആരുടെ കയ്യിൽ നിന്ന്? പേഷ്യൻസിന്റെ കയ്യിൽ നിന്ന് മാത്രം ലഭിക്കുള്ളൂ?
വേസ്റ്റ്. ഓക്കെ, വേസ്റ്റുകള് പ്രോപ്പർ രീതിയിലല്ല വേസ്റ്റ് മാനേജ്മെന്റ് എന്നുണ്ടെങ്കിൽ എന്താണ് ഇൻഫെക്ഷൻസ് വരില്ലേ. പിന്നെ എന്താണ് ഫുഡുകള് അല്ലെ, അതാണ് ഫുഡുകള്. പിന്നെ എന്താണ് സ്റ്റാഫുകളുടെ കയ്യിൽ ലഭിക്കില്ലേ നമുക്ക് വാട്ടർ, ക്ലീനിങ് സെക്ഷനൊക്കെ. എന്താണ് സ്റ്റാഫുകൾ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള അസുഖങ്ങൾ ഉണ്ടെങ്കിൽ നേഴ്സ് സ്റ്റാഫുകളുടെ കയ്യിൽ ലഭിക്കാം. പിന്നെ എന്താണ് എക്യുപ്മെന്റ്സ്. ഇപ്പൊ നമുക്ക് കൊറോണ വന്നപ്പോ പറഞ്ഞല്ലേ എന്തൊക്കെയാണ് ഫുൾ ടൈം ലിനൻസിന്ന് കിട്ടാം, സിറിഞ്ചസ്. പിന്നെ എന്താണ് നമുക്ക് കൊറോണ വന്നപ്പോ പറഞ്ഞത് അല്ലേ ഹാൻഡ് വാഷ് ചെയ്യണം അല്ലെ, കൈ കഴുകണം. എന്താണ് നമ്മ പിടിക്കുന്ന അല്ലെ എന്തെങ്കിലും എക്യുപ്മെന്റ്സ് നമുക്ക് യൂസ് ചെയ്യണമെങ്കിൽ ആദ്യം വന്ന്, അല്ലെങ്കിൽ എന്താണ് പേഷ്യൻസ് പിടിച്ച് ഏതെങ്കിലും സ്ഥലത്ത് നമ്മ പിടിക്കുക, നമ്മ ഹാൻഡ് ടച്ച് ചെയ്യുമ്പോ എന്താണ് നമുക്ക് ഇൻഫെക്ഷൻസ് വരാം അല്ലെ. അങ്ങനെയുള്ള ഒബ്ജക്റ്റീവ്സ് എന്നൊക്കെ വരാം. ഓക്കെ, നോക്കാം നമുക്ക് ഇൻട്രൊഡക്ഷൻ നോക്കാം. നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞിരിക്കുന്നത്. നോക്കിയേ, ചാപ്റ്റർ 9 ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻ. ഹോസ്പിറ്റലിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന അസുഖം, ഇൻഫെക്ഷൻസ്. ഇൻട്രൊഡക്ഷൻ. ഹോസ്പിറ്റൽ ചാപ്റ്റർ നമ്പർ 25 ആണ് അല്ലെ. ഓക്കെ ഓക്കെ, ചാപ്റ്ററിന്റെ നമ്പറിൽ കുഴപ്പമൊന്നുമില്ല, അങ്ങോട്ട് ഇങ്ങോട്ട് വ്യത്യാസം വരുന്നുണ്ട് ഒരു PDF എടുക്കുന്നതില്. ചാപ്റ്റർ 1 തന്നെയാണ് കേട്ടോ. ഇൻട്രൊഡക്ഷൻ. A hospital acquired infections is also known as nosocomial infections. എന്താണ് ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻ പറയുന്ന മറ്റൊരു പേരാണ് എന്താണ് നോസോകോമിയൽ ഇൻഫെക്ഷൻസ്. ഹോസ്പിറ്റലിൽ നിന്ന് ലഭിക്കുന്ന അസുഖത്തിന് പറയുന്ന മറ്റൊരു പേരാണ് നോസോകോമിയൽ ഇൻഫെക്ഷൻസ്. ഓക്കെ, the word nosocomial is derived from the Latin word nosocomial, hospital acquired infection. Nosocomial, which means hospital. എന്താണ് ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻസ് ഡിറൈവ് ചെയ്തിരിക്കുന്നതാണ്, എടുത്തിരിക്കുന്നത്, ഉണ്ടായത് എന്താണ് ലാറ്റിൻ വേർഡായ നോസോകോമിയൻ നിന്നാണ്. എന്താണ് ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻ എന്ന വേർഡ് ഉണ്ടായിരിക്കുന്നത് എന്താണ് ലാറ്റിൻ വേർഡായ നോസോകോമിയൻ നിന്നാണ്. which means hospital. നോസോകോമിയന്റെ അർത്ഥം എന്താണ് ഹോസ്പിറ്റൽ. അപ്പൊ എന്താണ് നോസോകോമിയൽ ഇൻഫെക്ഷൻസ് എന്ന് പറഞ്ഞാൽ എന്താണ് ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻസ്. ക്ലിയർ ആയോ? ഹോസ്പിറ്റലിൽ നിന്ന് ലഭിക്കുന്ന ഇൻഫെക്ഷൻ ആണ് നോസോകോമിയൽ ഇൻഫെക്ഷൻസ്. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാട്ടാ, എന്താണ് ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻ പറയുന്ന മറ്റൊരു പേര് എന്താണ്? ചിലപ്പോ നിങ്ങൾക്ക് ചോദിക്കുന്നത് വേറെ രീതിയാണ്, നോസോകോമിയൽ ഇൻഫെക്ഷൻസ് എന്താണ് കോമൺ ആയിട്ട് കാണുന്ന നോസോകോമിയൽ ഇൻഫെക്ഷൻസ് ഏതൊക്കെയാണ് എന്ന് ചോദിച്ചാൽ നിങ്ങൾ വണ്ടറടിച്ചിരിക്കാൻ പാടില്ല. അത് എന്തെന്നെയാണ് ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻ തന്നെയാണ് കേട്ടോ. is an infection that is acquired in a hospital or other healthcare facility. It is also called healthcare associated infections. എന്താണ് ഹോസ്പിറ്റലിൽ നിന്ന് തന്നെയല്ല, എന്താണ് മറ്റുള്ള ഹെൽത്ത് കെയർ ഫെസിലിറ്റീസിൽ നിന്ന് അല്ലെ. ഏതൊക്കെയാണ് ഹോസ്പിറ്റലിൽ കൂടാതെയുള്ള ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ്? നമുക്ക് ആരോഗ്യ സംരക്ഷണം തരുന്ന വേറെ ഫെസിലിറ്റീസ് സൗകര്യങ്ങൾ ഏതൊക്കെയാണ്? അതർ ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഡയാലിസിസ് സെന്റേഴ്സ് ഉണ്ട്. പിന്നെ എന്താണ്, പിന്നെ ഏതൊക്കെയുണ്ട്? എല്ലാവരും പറ, എല്ലാവർക്കും അറിയുന്നത് തന്നെയല്ലേ? ലാബുകളുണ്ട്, പിന്നെ ഹോസ്പിറ്റലെല്ലാം ഉണ്ട്, ചാരിറ്റി എന്താണ് ഹോസ്പിറ്റൽ അല്ലാണ്ട് നമുക്ക് ആരോഗ്യ സംരക്ഷണം അല്ലേ. റീഹാബിലിറ്റേഷൻ സെന്റേഴ്സ് ഉണ്ട് അല്ലേ. ഓക്കെ, എന്താണ് ഫിസിയോതെറാപ്പി ഒക്കെ ചെയ്യുന്ന റീഹാബിലിറ്റേഷൻ സെന്റേഴ്സ് ഉണ്ട്. പിന്നെ എന്താണ് ചെറിയ ക്ലിനിക്കുകൾ ഉണ്ട് അല്ലേ. ക്ലിനിക്കുകള്
ഔട്ട് പേഷ്യന്റ് ക്ലിനിക്കുകളൊക്കെ അല്ലെ, നമുക്ക് ജസ്റ്റ് പോയി ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് മരുന്ന് മേടിക്കാൻ പറ്റുന്ന അല്ലെ ചെറിയ ചെറിയ ഔട്ട് പേഷ്യന്റ് ക്ലിനിക്കുകളുണ്ട്, നഴ്സിംഗ് ഹോമുകളുണ്ട് അല്ലെ. അപ്പൊ ഈ ഹോസ്പിറ്റലുകളിൽ നിന്നല്ലാണ്ട് നമുക്ക് ആരോഗ്യ സംരക്ഷണം തരുന്ന എന്താണ് ലാബുകൾ, നമുക്ക് ടെസ്റ്റുകളൊക്കെ ചെയ്യുന്നതിന് വേണ്ടിട്ട് ഡയഗ്നോസ്റ്റിക് സെന്റേഴ്സ്, നമുക്ക് ടെസ്റ്റുകളൊക്കെ ചെയ്യുന്നതിനുള്ള ലാബുകളിൽ നിന്ന്, ക്ലിനിക്സുകളിൽ ഔട്ട് പേഷ്യന്റ് ക്ലിനിക്കുകളിൽ നിന്ന്, റീഹാബിലിറ്റേഷൻ ഫെസിലിറ്റീസിൽ നിന്നൊക്കെ എന്താണ് നമുക്ക് ഇൻഫെക്ഷൻസ് എത്താൻ സാധ്യതയുണ്ട്. Is an infection that is occurred in a hospital or other healthcare facility. It is also called healthcare associated infections എന്നാണ്. ഹോസ്പിറ്റലിൽ നിന്നല്ലാണ്ട് മറ്റുള്ള അതർ ഹെൽത്ത് കെയർ ഫെസിലിറ്റീസിൽ നിന്നും നമുക്ക് ഇൻഫെക്ഷൻസ് എടുക്കാം. അതുകൊണ്ട് ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻസിന് പറയുന്ന മറ്റൊരു പേര് എന്താണ്? ഹെൽത്ത് കെയർ അസോസിയേറ്റഡ് ഇൻഫെക്ഷൻ. എത്ര പേര് പഠിച്ചിട്ടമ്മ? ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻസ് എന്താണ്? പിന്നെ നോസോകോമിയൽ ഇൻഫെക്ഷൻ ആൻഡ് ഹെൽത്ത് കെയർ അസോസിയേറ്റഡ് ഇൻഫെക്ഷൻ. പിന്നെ HAI എന്ന് പറഞ്ഞാൽ എന്താണ്? ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻ എന്നാണ് കേട്ടാ. ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷനെ ചുരുക്കി പറയുന്നത് എന്താണ്? HAI. ക്ലിയർ ആയോ? നമ്മ വേറൊരെണ്ണം പഠിച്ചിട്ടുണ്ട്, HCI പഠിച്ചിട്ടുണ്ടോ? HCI പഠിച്ചിട്ടുണ്ടോ? ബയോമെഡിക്കൽ വേസ്റ്റില് എന്നെ ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട് HCI എന്നൊക്കെ പറഞ്ഞപ്പോ. എന്താണ് ആർക്കും ഒരു ഉഷാറില്ലാത്ത? ഫസ്റ്റ് പീരീഡ് ആണല്ലോ, എന്നിട്ട് എന്ത് പറ്റി? HCI എന്താണ്? ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. മറന്നു പോണത് എന്താ? എന്താരൊന്നും പറയാത്തെ? എന്തൊക്കെയാണ്? ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻസ്, നോസോകോമിയൽ ഇൻഫെക്ഷൻസ്, ഹെൽത്ത് കെയർ അസോസിയേറ്റഡ് ഇൻഫെക്ഷൻസ് ആൻഡ് HAI. ക്ലിയർ ആയോ അത്? Okay. Such an infection may be acquired at hospitals, rehabilitation centers, nursing homes, outpatient clinics, diagnostic laboratories or other clinic settings. നമുക്ക് പറഞ്ഞു തന്നെ എവിടെ നിന്നൊക്കെയാണ് നമുക്ക് ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻസ് കിട്ടുന്നത്? ഹോസ്പിറ്റലിൽ നിന്ന് ലഭിക്കാം. റീഹാബിലിറ്റേഷൻ സെന്റേഴ്സ് അല്ലെ, നമുക്ക് ഫിസിയോതെറാപ്പി ഒക്കെ ചെയ്യുന്ന റീഹാബിലിറ്റേഷൻ പുനരധിവാസ സെന്റേഴ്സിൽ നിന്ന് ലഭിക്കാം. നഴ്സിംഗ് ഹോമുകളിൽ നിന്ന് ലഭിക്കാം. പിന്നെന്താണ്? ഔട്ട് പേഷ്യന്റ് ക്ലിനിക്കുകളിൽ നിന്ന്. പിന്നെന്താ? ലാബുകളിൽ നിന്ന്, ഡയഗ്നോസ്റ്റിക് നമ്മുടെ രോഗനിർണയം നടത്തുന്ന ലാബുകളിൽ നിന്ന് ലഭിക്കാം. ഓർ അതർ ക്ലിനിക്കൽ സെറ്റിംഗ് അല്ലെങ്കിൽ മറ്റുള്ള ക്ലിനിക്കൽ സെറ്റിംഗ്സിൽ നിന്ന് നമുക്ക് എന്താണ്? ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻസ് ലഭിക്കാം. Infections is spread to the affected by in the clinical setting by many means. എന്താണ്? ഇൻഫെക്ഷൻസ് പല രീതികളില് നമുക്ക് എന്താണ്? പേഷ്യൻസിന്, ആളുകൾക്ക് സ്പ്രെഡ് ചെയ്യാം, പകരാം. എന്തൊക്കെയാണ്? ഹെൽത്ത് കെയർ സ്റ്റാഫ് ഓൾസോ സ്പ്രെഡ് ഇൻഫെക്ഷൻസ്. എന്താണ്? ഹെൽത്ത് കെയർ സ്റ്റാഫ് നമ്മൾ പറഞ്ഞല്ലേ എവിടെ നിന്നൊക്കെയാണ് ഇൻഫെക്ഷൻസ് ഹോസ്പിറ്റലിൽ നിന്ന് ലഭിക്കുന്നതെന്ന്. എന്താണ്? നമ്മളെ അവിടെ കെയർ ചെയ്യുന്ന അല്ലെ ഹെൽത്ത് കെയർ സ്റ്റാഫുകളിൽ നിന്ന്, നേഴ്സ് ആയിക്കോട്ടെ, അതല്ലെങ്കിൽ അവിടെയുള്ള അറ്റൻഡേഴ്സോ അങ്ങനെയുള്ള ഡോക്ടേഴ്സ് ആരും ആയിക്കോട്ടെ, അങ്ങനെയുള്ള ഹെൽത്ത് കെയർ പ്രൊവൈഡ് ചെയ്യുന്ന സ്റ്റാഫുകളിൽ നിന്ന് നമുക്ക് ലഭിക്കാം. Besides to contaminated equipments. എന്താണ്? കണ്ടാമിനേറ്റഡ് ആയ, മലിനമായ അല്ലെ എന്തെങ്കിലും ഇൻഫെക്ഷൻസ് ഏറ്റ എന്തെങ്കിലും എക്യുപ്മെന്റ്സിന്റെ കയ്യിൽ നിന്ന്. എന്താണ്? IV സെറ്റ്. ചാപ്റ്റർ നമ്പർ 25 ആണ് നിങ്ങളുടെ. ഓക്കെ. എന്താണ്? നമുക്ക് എക്യുപ്മെന്റ്സിന്റെ കയ്യിൽ നിന്ന് ഇപ്പൊ എന്താണ്? ഒരു ഇൻഫെക്ഷൻ ബാധ ഉണ്ടായിരുന്ന ഒരു പേഷ്യന്റിനെ ചെക്ക് ചെയ്ത എന്തെങ്കിലും വെച്ച് നമ്മൾക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ആ ഇൻഫെക്ഷൻസ് എത്താൻ സാധ്യതയുണ്ട് അല്ലെ. അങ്ങനെ മലിനമായ എന്തെങ്കിലും ഇൻഫെക്ഷൻ ബാധയേറ്റ എക്യുപ്മെന്റ്സിന്റെ കയ്യിൽ നിന്ന്
പിന്നെ ബെഡ് ലിനൻസ് അല്ലെ, ഇപ്പൊ നമ്മ പറഞ്ഞു ബെഡ്ഷീറ്റുകൾ അല്ലെങ്കിൽ പില്ലോ കവേഴ്സ്, ലിനനുമായി ബന്ധപ്പെട്ട ക്ലോത്തുമായി ബന്ധപ്പെട്ട എന്താണ് ബ്ലഡ് അല്ലെങ്കിൽ അവരെന്തെങ്കിലും ഫ്ലൂയിഡ് ആയാല് ഇൻഫെക്ഷൻ ബാധയേറ്റ ഒരു പേഷ്യന്റിന്റെ എന്തെങ്കിലും ഫ്ലൂയിഡ് വീണ ലിനൻസിൽ നിന്ന് നമുക്ക് ഇൻഫെക്ഷൻസ് എത്താം. ഓർ AU ഡ്രോപ്ലെറ്റ് അല്ല, എയർ ഡ്രോപ്ലെറ്റ്. എന്താണ്? വായുകണികകളിൽ നിന്ന്. എന്താണ്? നമുക്ക് വായുവിൽ നിന്ന് ഇൻഫെക്ഷൻസ് ഏക്കാല്ലേ. AU അല്ലാത്ത എയർ ഡ്രോപ്ലെറ്റ്സ്. എന്തിൽ നിന്നൊക്കെയാണ് നമുക്ക് ഇൻഫെക്ഷൻസ് ഏൽക്കുന്നത്? സ്റ്റാഫുകളിൽ നിന്ന് അല്ലെ, ഹെൽത്ത് കെയർ പ്രൊവൈഡ് ചെയ്യുന്ന സ്റ്റാഫുകളിൽ നിന്ന് ലഭിക്കാം. പിന്നെ എന്താണ്? കണ്ടാമിനേറ്റഡ് ആയ ഇൻഫെക്ഷൻസ് ആയിട്ടുള്ള എന്തെങ്കിലും എക്യുപ്മെന്റ്സിന്റെ കയ്യിൽ നിന്ന്. പിന്നെ ബെഡ് ലിനൻസ്. എന്താണ്? ബെഡിൽ നിന്ന് അല്ലെങ്കിൽ ബെഡുമായി ബന്ധപ്പെട്ട് എന്താണ്? ബെഡ്ഷീറ്റുകളോ പില്ലോ കവേഴ്സോ അങ്ങനെ എന്തെങ്കിലും ലിനൻസിൽ നിന്ന്. പിന്നെ എയർ ഡ്രോപ്ലെറ്റ്. എന്താണ്? വായുവിൽ നിന്ന് അല്ലെ. ഇപ്പൊ എന്താണ് നമ്മ കുഞ്ഞുമക്കളോട് തന്നെ അല്ലെ, ചെറിയ കുട്ടികളോട് നമുക്ക് തന്നെ നമ്മ പറയും എന്താണ്? തുമ്മുമ്മ അല്ലെങ്കിൽ ചുമയ്ക്കുമ്പോ എന്താണ്? വായ അല്ലെ, മൂക്കും വായെ പൊത്തി പിടിച്ച് നീ തുമ്മ എന്നൊക്കെ പറയാറുണ്ടോ? പറഞ്ഞിട്ടുണ്ടോ? മക്കളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടോ? എന്തുകൊണ്ടാണത്? പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ടാണത്? നമ്മ തുമ്മുമ്പോഴും ചുമയ്ക്കുമ്പോഴും എന്താണ്? നമ്മുടെ വായിൽ നിന്ന് ഇൻഫെക്ഷൻസ് അല്ലെ, അപ്പൊ അതെന്താവും? വായുവിൽ സ്പ്രെഡ് ആവൂലേ. അപ്പൊ മറ്റുള്ളവർക്ക് കൂടി അത് ഇൻഫെക്ഷൻസ് എന്താണ്? രോഗം വരാൻ സാധ്യതയുണ്ട് വായുവിൽ നിന്ന് അല്ലെ, എയറിൽ നിന്ന്. അതുകൊണ്ടാണ് നമ്മൾ എന്താണ്? ചുമയ്ക്കുമ്പോഴും തുമ്മുമ്പോഴൊക്കെ മൂക്കും വായും പൊത്തിപ്പിടിക്കൽ എന്നൊക്കെ പറയുന്നത്. അപ്പൊ എന്താണ്? എയറിൽ നിന്നൊക്കെ എന്താണ്? ഇൻഫെക്ഷൻസ് വരാം. ഇപ്പൊ കൊറോണ വന്നപ്പോ പറഞ്ഞില്ലേ, 1 മീറ്റർ അകലം പാലിച്ച്, അതല്ലെങ്കിൽ എന്താണ്? മാസ്ക് ധരിക്കണം അല്ലെ. മാസ്ക് ധരിക്കണം എന്നൊക്കെ പറഞ്ഞ. Next, it can also originate from the outside environment. Another infected patient, staff who are infected, or in some cases, the source of infection cannot be ascertained. എന്താണ്? It can also originate എന്താണ്? കുറഞ്ഞയുള്ള അന്തരീക്ഷത്തിൽ നിന്ന് നമുക്ക് വരാം. പിന്നെ അനദർ ഇൻഫെക്റ്റഡ് പേഷ്യൻസ്. എന്താണ്? ഒരു ഇൻഫെക്ഷൻ ബാധയേറ്റിട്ടുള്ള ഒരു പേഷ്യന്റിന്റെ കയ്യിൽ നിന്ന് അല്ലെ. ഇപ്പൊ നമ്മ പറയാറില്ലേ വൈറൽ ഫീവർ ഒരു വീട്ടിൽ ഒരാൾക്ക് വന്നു കഴിഞ്ഞാൽ എന്താണ്? ആ വീട്ടിലുള്ള മുഴുവൻ പേർക്കും വരും എന്ന് പറയില്ലേ, പറയാറുണ്ടോ? വൈറൽ ഫീവർ ഒക്കെ എന്താണ്? ഒരാൾക്ക് വന്നു കഴിഞ്ഞാല് ബാക്കിയുള്ളവർക്കും കൂടി ആ ഇൻഫെക്ഷൻസ് ലഭിക്കും. അപ്പൊ എന്താണ്? ഇൻഫെക്ഷൻസ് ഏറ്റ ഒരു പേഷ്യന്റിൽ നിന്ന് എന്താണ്? മറ്റുള്ളവർക്ക് ലഭിക്കാം. സ്റ്റാഫ് ഹു ആർ ഇൻഫെക്റ്റഡ്. എന്താണ്? നമ്മൾ ഹോസ്പിറ്റലിൽ ചെയ്യുമ്പോൾ അവിടുത്തെ ഏതെങ്കിലും സ്റ്റാഫുകൾക്ക് ഇൻഫെക്ഷൻസ് വന്നിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും അസുഖങ്ങൾ ഇൻഫെക്ഷൻ പകരാനുള്ള എന്തെങ്കിലും അസുഖങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ എന്താണ്? അവരിൽ നിന്ന് ഈ പേഷ്യന്റിന് അല്ലെങ്കിൽ ബൈസ്റ്റാൻഡർക്ക് എന്താണ്? ഇൻഫെക്ഷൻ ലഭിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ or in some cases the source of infection cannot be ascertained. എന്താണ്? ചില കേസസിൽ നമുക്ക് പറയാൻ പറ്റില്ല എവിടെ നിന്നാണ് നമുക്ക് ഇൻഫെക്ഷൻ ലഭിച്ചതെന്ന് നമുക്ക് എന്താ പറയാൻ പറ്റില്ല. ഇപ്പൊ നമ്മ നിപ്പ വന്നപ്പോ അല്ലെങ്കിൽ കൊറോണ വന്നപ്പോ റൂട്ട് മാപ്പ് ഒക്കെ ഉണ്ടാക്കി അല്ലെ, ഒരാൾ പോയ റൂട്ട് മാപ്പ് ഒക്കെ ഉണ്ടാക്കി അവിടെ അയാള് കണ്ടില്ലേ ന്യൂസിലൊക്കെ എന്താണ്? അയാൾ പോയിട്ടുള്ള അല്ലെങ്കിൽ അയാള് ആരുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടുണ്ട്, ആരുമായിട്ടൊക്കെ സംസാരിച്ചിട്ടുണ്ടെന്ന് അവരെയൊക്കെ സാമ്പിൾ എടുത്ത് പരിശോധിക്കാനൊക്കെ കേട്ടിട്ടില്ലേ? നിപ്പയും കൊറോണയൊക്കെ വന്നതാ. അപ്പൊ അതെന്താണ്? ഇൻഫെക്ഷൻസ് എവിടെ നിന്ന് ലഭിക്കുന്നറിയാനായിരിക്കും ആണല്ലേ. അപ്പൊ എന്താണ്? ചില കേസസിൽ നമുക്ക് പറയാൻ പറ്റില്ല നമുക്ക് എവിടെ നിന്നാണ് ഇൻഫെക്ഷൻസ് ലഭിച്ചത് എന്ന്. നമ്മൾ എന്താണ്? ഒരു വലിയൊരു ഫംഗ്ഷൻ, ഒരു മാരേജ് ഫംഗ്ഷന് പോയി നമുക്ക് അവിടെ നിന്ന് വന്നതിന് ശേഷം നമുക്ക് എന്താണ്? പനിയൊക്കെ പിടിച്ചെങ്കിൽ നമുക്ക് പറയാൻ പറ്റുമോ ആരിൽ നിന്നാണ് നമുക്ക് ഇൻഫെക്ഷൻ ഏറ്റത് എന്ന് പറയാൻ പറ്റുമോ? നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല. ഓക്കെ, ഇല്ല. അപ്പൊ എന്താണ്? ചില കേസസിൽ നമുക്ക് പറയാൻ പറ്റില്ല. ചില കേസസിൽ നമുക്ക് പറയാം എന്താണ്? ആ ഹോസ്പിറ്റലിലെ സ്റ്റാഫിന്റെ കയ്യിൽ നിന്നാണ് അല്ലെങ്കിൽ എന്റെ ഫ്രണ്ടിന്റെ കയ്യിൽ നിന്നാണ് എനിക്ക് ഇൻഫെക്ഷൻ ഏറ്റത് അല്ലെ, എന്തെങ്കിലും അസുഖബാധിതയായ ഒരാളുടെ കയ്യിൽ നിന്നാണ് എനിക്ക് ഏറ്റതെന്ന് നമുക്ക് പറയാൻ പറ്റും. ക്ലിയർ ആയോ ആ സെന്റൻസ്? Okay. In certain cases, the microorganisms emerges from the patient's own skin, becoming
ഓപ്പർച്യൂണിസ്റ്റിക് ആഫ്റ്റർ സർജറി എന്നാണ് ചില കേസിൽ certain കേസസിൽ എന്താണ് നമ്മുടെ ശരീരത്തിൽ തന്നെയുള്ള നമ്മുടെ സ്കിന്നിൽ തന്നെയുള്ള മൈക്രോ ഓർഗാനിസംസ് എന്താണ് ഓപ്പർച്യൂണിസ്റ്റിക് എന്ന് വെച്ചാൽ എന്താണ് ഓപ്പർച്യൂണിസ്റ്റിക് എന്ന് പറഞ്ഞാൽ എന്താണ് ആ വേർഡിന്റെ മീനിങ് എന്താണ് ഓപ്പർച്യൂണിസ്റ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവസരവാദി എന്താണ് അവസരവാദി എന്ന് പറഞ്ഞാൽ ആരാണ് എന്തെങ്കിലും ഒരു അവസരം കിട്ടാൻ കാത്തു നിൽക്കുകയായിരിക്കും അവരുടെ സ്വഭാവം പുറത്ത് കാണിക്കാനായിട്ട് അല്ലെ. ഇപ്പൊ നമുക്ക് തന്നെ അല്ലെ എന്താണ് പാട്ട് പാടണമെങ്കിൽ എന്താണ് അതിനൊരു അവസരം കിട്ടിയാൽ മാത്രമാണ് അല്ലെ നമ്മ പാട്ട് പാടുള്ളൂ ആണോ ഡാൻസ് കളിക്കാൻ ഒരു അവസരം കിട്ടണല്ലേ. എന്താണ് നമ്മുടെ ശരീരത്തിൽ തന്നെയുള്ള മൈക്രോ ഓർഗാനിസംസ് എന്താണ് എന്തെങ്കിലും അവസരം കിട്ടുമ്പോൾ അതെന്താണ് അവര് പുറത്ത് ചാടും. എന്താണ് പുറത്ത് ചാടി കഴിഞ്ഞിട്ട് അവരവരുടെ ഇത് കാണിക്കും. ഇൻഫെക്ഷൻസ് നമ്മുടെ ശരീരത്തിൽ കാണിക്കും. എന്താണ് എന്തെങ്കിലും സർജറീസ് കഴിയുമ്പോൾ എന്താണ് ഇങ്ങനെ സർജറീസ് ഒക്കെ കഴിയുമ്പോൾ നമ്മുടെ ശരീരം കുറച്ച് ഇമ്മ്യൂണിറ്റി പവർ കുറഞ്ഞിരിക്കുകയായിരിക്കും. ആ അവസരത്തിൽ എന്ത് ചെയ്യും നമ്മുടെ ശരീരത്തിൽ തന്നെയുള്ള ഇൻഫെക്ഷൻസ് പാത്തജൻസ് എന്താണ് പുറത്ത് ചാടി അവരെന്തെങ്കിലും ഇൻഫെക്ഷൻസ് നമുക്ക് ഉണ്ടാക്കും. ക്ലിയർ ആയോ? അവരൊക്കെ എന്താവും അവസരവാദിയാവും. ക്ലിയർ ആയോ അത്? ഓക്കെ. Nosocomial infection shows a tendency to lack proof that it was present when the patient got into the healthcare settings, thus meaning it was acquired post-admission. എന്നാണ് ഇപ്പൊ നമ്മൾ ഒരു ആളെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കി ഹോസ്പിറ്റലിൽ വരെയാണ്. പക്ഷെ എന്താണ് അയാൾക്ക് ഉള്ളിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അയാൾക്ക് അത് അറിയാൻ പറ്റില്ല. നമ്മൾ തന്നെ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഇൻഫെക്ഷൻസ് ഉണ്ട് നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റില്ല. പക്ഷെ ഹോസ്പിറ്റലിൽ ചെന്ന് അഡ്മിറ്റ് ആയതിനു ശേഷമായിരിക്കും നമുക്ക് അതിന്റെ ബുദ്ധിമുട്ടുകൾ സിംറ്റംസ് ഒക്കെ കാണിച്ചു തുടങ്ങുക. അപ്പൊ നമ്മ പറയും നമുക്കത് ഹോസ്പിറ്റലിൽ നിന്ന് ലഭിച്ച ഇൻഫെക്ഷൻസ് ആണെന്ന് പറയില്ല. ശരിക്കും എന്താണ് നമ്മുടെ ശരീരത്തിൽ തന്നെ എന്താണ് ആ ഇൻഫെക്ഷൻസ് ഉണ്ടായിരുന്നു. 2 ദിവസം കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും അതിന്റെ ബുദ്ധിമുട്ടുകൾ സിംറ്റംസ് ഒക്കെ കാണിക്കുന്നത്. അപ്പൊ ചില കേസസിൽ നമുക്ക് എന്ത് ചെയ്യാം പ്രൂഫ് ചെയ്യാൻ പറ്റില്ല നമ്മുടെ ശരീരത്തിൽ തന്നെ ഉണ്ടായിരുന്ന ഇൻഫെക്ഷൻസ് ആണെന്ന് പ്രൂഫ് ചെയ്യാൻ പറ്റില്ല. എന്നാലും നമ്മൾ എന്താ പറയുന്നതിന് ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻസ് തന്നെയായിരിക്കും പറയുക. ക്ലിയർ ആയോ? എന്താണ് ലാക്ക് ഓഫ് പ്രൂഫ് ആയിരിക്കും. നമുക്കത് തെളിയിക്കാൻ പറ്റില്ല നമ്മൾക്ക് ഉണ്ടായിരുന്ന ഒരു ഇൻഫെക്ഷൻസ് ആണെന്ന് പ്രൂഫ് ചെയ്യാൻ പറ്റില്ല. ചിലപ്പോ എന്താണ് നമ്മളുള്ള പല്ലുവേദനയോ അല്ലെങ്കിൽ കാലുവേദനയൊക്കെ ആയിട്ടായിരിക്കും പോകുന്നത്. പക്ഷെ എന്താണ് ചിലപ്പോ നമ്മുടെ ഉള്ളിൽ തന്നെ എന്തായിരിക്കും ആ ഇൻഫെക്ഷൻസ് ഉണ്ടാവും. നമ്മൾ ഹോസ്പിറ്റലിൽ പോയി മെഡിസിൻ ഒക്കെ മേടിച്ചു വന്നതിന് ശേഷമൊക്കെ ആയിരിക്കും എന്താണ് നമ്മ കാണുന്നത് നമുക്ക് ആ എന്തെങ്കിലും പനിയോ അല്ലെങ്കിൽ ഫീവറോ എന്താണ് കോൾഡോ അതല്ല എന്തെങ്കിലും യൂറിനൽ ഇൻഫെക്ഷൻസ് ഒക്കെ വരുന്നത്. അപ്പൊ നമ്മൾ എന്ത് പറയും അതെന്താണ് ഹോസ്പിറ്റലിൽ നിന്ന് ലഭിച്ച ഇൻഫെക്ഷൻസ് ആണ്. എന്താണ് ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻസ് ആണെന്ന് പറയും. എന്താ തെളിയിക്കാൻ പറ്റില്ല. അതല്ല നമ്മുടെ ശരീരത്തിൽ തന്നെ ഉണ്ടായതാണെന്ന് തെളിയിക്കാൻ പറ്റില്ല. ലാക്ക് ഓഫ് പ്രൂഫ് ആയി. ഇതിലെന്താണ് പറയുന്നത് ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻസ് പറയുന്ന മറ്റൊരു പേര് ആണ് നോസോകോമിയൽ ഇൻഫെക്ഷൻ. നോസോകോമിയൽ എന്നുള്ള വേർഡ് ഉണ്ടായിരിക്കുന്നത് എന്താണ് ഒരു ലാറ്റിൻ വേർഡായ നോസോകോമിയ എന്ന് പറയുന്ന വേർഡിൽ നിന്നാണ്. ഇതിന്റെ അർത്ഥം എന്താണ് ഹോസ്പിറ്റൽ. പിന്നെ ഈ ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻസ് വരുന്നത് ഹോസ്പിറ്റലിൽ നിന്ന് തന്നെയല്ല അതർ ഹെൽത്ത് കെയർ ഫെസിലിറ്റീസിൽ നിന്നും നമുക്ക് വരാം. അതുകൊണ്ട് ഇതിനെ പറയുന്ന വേറൊരു പേരാണ് ഹെൽത്ത് കെയർ അസോസിയേറ്റഡ് ഇൻഫെക്ഷൻസ്. എന്താണ് എവിടെയിൽ നിന്നൊക്കെയാണ് നമുക്ക് ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻസ് ലഭിക്കുന്നത്? ഹോസ്പിറ്റലുകളിൽ നിന്ന്, റീഹാബിലിറ്റേഷൻ സെന്റേഴ്സിൽ നിന്ന്, നഴ്സിംഗ് ഹോമിൽ നിന്ന്, ഔട്ട് പേഷ്യന്റ് ക്ലിനിക്കുകളിൽ നിന്ന്, അങ്ങനെ നമുക്ക് ആരോഗ്യ പരിചരണവുമായി ബന്ധപ്പെട്ട് നമുക്ക് ലഭിക്കുന്ന എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ നിന്നും എല്ലാ ഫെസിലിറ്റീസ് എല്ലാ സ്ഥലങ്ങളിൽ നിന്നും നമുക്ക് എന്താണ് ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻസ് ലഭിക്കുന്നുണ്ട്. ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻസ് എങ്ങനെയൊക്കെയാണ് നമുക്ക് ലഭിക്കുന്നത്? സ്പ്രെഡ് എന്താണ് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന ഹെൽത്ത് കെയർ സെക്ഷനിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകളിൽ നിന്ന്, അതർ പേഷ്യൻസിൽ നിന്ന്, എന്താണ് പിന്നെ കണ്ടാമിനേറ്റഡ് ആയ എന്താണ് മലിനമായ അണുബാധയേറ്റിട്ടുള്ള എന്തെങ്കിലും എക്യുപ്മെന്റ്സിൽ നിന്ന്, അല്ലെങ്കിൽ എന്താണ് ബെഡിൽ നിന്ന്, അല്ലെങ്കിൽ ബെഡ്ഷീറ്റ്
പില്ലോ കവേഴ്സ് അതിൽ നിന്നൊക്കെ എന്താണ്, അതല്ലെങ്കിൽ എയറിൽ നിന്നൊക്കെ എന്താണ് നമുക്ക് ഇൻഫെക്ഷൻസ് വരാൻ സാധ്യതയുണ്ട്. ചില കേസിൽ നമുക്ക് പറയാൻ പറ്റില്ല, നമുക്ക് എവിടെ നിന്നാണ് ഇൻഫെക്ഷൻസ് ലഭിച്ചതെന്ന് പറയാൻ പറ്റില്ല. പിന്നെ ചില കേസസിൽ എന്താണ് സർജറി കഴിയുമ്പോൾ, അങ്ങനെയുള്ള സർജറി കഴിഞ്ഞതിന് ശേഷം എന്താണ് നമ്മുടെ ശരീരത്തിൽ തന്നെയുള്ള മൈക്രോ ഓർഗാനിസംസ്, പാത്തജൻസ്, സൂക്ഷ്മജീവികൾ എന്താണ് അവർക്ക് അവസരം കിട്ടുമ്പോൾ അവരെന്തായി പുറത്ത് ചാടി കണ്ടിട്ട് നമുക്ക് എന്താണ് ഇൻഫെക്ഷൻസ് വരാനുള്ള ചാൻസസ് ഉണ്ടാവുന്നുണ്ട്. പിന്നെ നമുക്ക് എന്താ ഒരു ആൾക്ക് അസുഖങ്ങൾ ഉണ്ടെങ്കിലും എന്താണ് നമുക്കത് പ്രൂഫ് ചെയ്യാൻ പറ്റില്ല, ഹോസ്പിറ്റലിൽ നിന്ന് ലഭിച്ച ഇൻഫെക്ഷൻസ് അല്ല എന്ന് എന്താണ് പ്രൂഫ് ചെയ്യാൻ തെളിയിക്കാൻ പറ്റില്ല. അപ്പൊ നമ്മ അതിന് പറയുന്ന പേര് എന്തെന്നെയാണ്, ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻ. നെക്സ്റ്റ് എടുത്തോട്ടെ മിസ്. ഇൻട്രൊഡക്ഷൻ ക്ലിയർ ആയ എല്ലാവർക്കും? നെക്സ്റ്റ്, what are symptoms of nosocomial infections? സിംറ്റംസ് എന്തൊക്കെയാണ്? അതില് HA ഇൻഫെക്ഷൻസ് എപ്പോഴൊക്കെയാണ് വരുന്നതെന്നുണ്ട്. പിന്നെന്താണ് മോസ്റ്റ് കോമൺ, പൊതുവെ സാധാരണയായിട്ട് ഇപ്പോ കാണുന്ന എന്താണ് ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻസ് ഏതൊക്കെയുണ്ടെന്നുണ്ട്. പിന്നെന്താണ് സിംറ്റംസ്, അടയാളങ്ങള്, ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന്, ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻസിന് കാണിക്കുന്ന ലക്ഷണങ്ങൾ ഏതൊക്കെയാണ്? മൂന്നെണ്ണം പഠിക്കാനുണ്ട് കേട്ടോ അതില്. ഫസ്റ്റ് എന്താണ്, വാട്ട് ആർ സിംറ്റംസ് ഓഫ് നോസോകോമിയൽ ഇൻഫെക്ഷൻസ്? നോസോകോമിയൽ ഇൻഫെക്ഷൻസിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? ഫസ്റ്റ് പറഞ്ഞിരിക്കുന്നത് for HAI the infection must arise. എന്തൊക്കെയാണ്? up to 48 hours after hospital admission. എന്താണ് നമ്മ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കി 48 മണിക്കൂർ കഴിയുമ്പോൾ എന്താണ് 48 മണിക്കൂർ എന്ന് പറഞ്ഞാൽ എത്ര ദിവസമായി? എത്ര ദിവസമായി? 2 days അല്ലെ? അപ്പൊ എന്താണ് നമ്മളെ ഹോസ്പിറ്റലില് അഡ്മിറ്റ് ആക്കി 2 ദിവസത്തിനുള്ളിൽ നമുക്ക് എന്താണ് ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻസിന്റെ സിംറ്റംസ്, അടയാളങ്ങള് കാണിക്കും. അപ് ടു 3 days ആഫ്റ്റർ ഡിസ്ചാർജ്. എന്താണ് ഡിസ്ചാർജ് കഴിഞ്ഞ് വീട്ടിലെത്തി 3 ദിവസം ആകുമ്പോഴേക്കും എന്ത് കാണിക്കും? ഹോസ്പിറ്റൽ, നമുക്ക് ഹോസ്പിറ്റലിൽ നിന്ന് എന്തെങ്കിലും ഇൻഫെക്ഷൻസ് ഏറ്റിട്ടുണ്ടെങ്കിൽ അതിന്റെ സിംറ്റംസ് കാണിക്കും. എന്തൊക്കെയാണ്? ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കി 2 ദിവസത്തിനുള്ളിൽ കാണിക്കും. അതല്ലെങ്കിൽ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ വന്ന് 3 ദിവസത്തിനുള്ളിൽ എന്താണ് ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻസിന്റെ അടയാളങ്ങൾ കാണിച്ചു തുടങ്ങും ഈ പേഷ്യന്റ്. In a healthcare facility, when someone was admitted for reason except for the infections. എന്താണ് അണുബാധ ഒഴികെയുള്ള ഇൻഫെക്ഷൻസ് അല്ലാണ്ടുള്ള കാരണങ്ങളാല് ഒരാളെ ഹെൽത്ത് കെയർ ഫെസിലിറ്റീസിൽ പ്രവേശിക്കുമ്പോ ഇപ്പൊ എന്താണ് ഒരാളെ തലവേദനയോ അതല്ലെങ്കിൽ കാലെന്തെങ്കിലും പൊട്ടിങ്ങാണിട്ടോ അങ്ങനെയുള്ള ഷുഗർ ആയിട്ട് എന്താണ് ഒരാളെ അഡ്മിറ്റ് ആക്കി. പക്ഷെ അയാൾക്ക് എന്താണ് പോയി ഒന്നില്ലെങ്കിൽ ഡിസ്ചാർജ് ചെയ്തതിനു ശേഷമോ അതല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കി 2 ദിവസം കഴിയുമ്പോൾ എന്താണ് അയാൾക്ക് ഫീവർ, കോൾഡ് അങ്ങനെയുള്ള ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻസിന്റെ അടയാളങ്ങൾ കാണിക്കുക. ഇൻഫെക്ഷൻസ് അല്ലാതെയുള്ള ഒരു അസുഖം കൊണ്ട് എന്താണ് ഒരാളെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കിയതിനു ശേഷം അയാൾ എന്താണ് ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻസിന്റെ സിംറ്റംസ് കാണിക്കുക. ക്ലിയർ ആയോ? അത് for HA the infection must arise. എന്താണ് 48 മണിക്കൂറിന് കഴിയുമ്പോഴേക്കും. പിന്നെ എന്താണ് 3 ദിവസം ഡിസ്ചാർജ് ചെയ്ത് 3 ദിവസം ആവുമ്പോഴേക്കും പിന്നെ എന്താണ് ഒരു പേഷ്യന്റിന് എന്താണ് ഇൻഫെക്ഷൻസ് അല്ലാതെയുള്ള എന്തെങ്കിലും അസുഖം കൊണ്ട് ഒരാളെ അഡ്മിറ്റ് ആക്കിയതിനു ശേഷം അയാൾ എന്താണ് ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻസിന്റെ അടയാളങ്ങൾ കാണിക്കുക, സിംറ്റംസ് കാണിക്കുക. നെക്സ്റ്റ്, the most common types of HAIs are എന്താണ് സാധാരണയായി കാണുന്ന ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻസ് എന്തൊക്കെയാണ്? ഫസ്റ്റ്, യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻസ്. എന്താണ് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻസ്? യൂറിനറി ഇൻഫെക്ഷൻസ് എന്നൊക്കെ നമ്മൾ പറയില്ലേ, മൂത്രനാളിയിലെ ഇൻഫെക്ഷൻസ്. എഴുതെടുക്കണോ? നോട്ട് എഴുതണോ? എഴുതിക്കോ.
ചെറിയതായിട്ട് ചെറിയ രീതിയിൽ അതിന്റെ നോട്ട് ചെയ്തിരിക്കും. മിസ് പറഞ്ഞുതരാം. UTIS an infection in any part of the urinary system an infection in any part of the urinary systemമായി ബന്ധപ്പെട്ട് വരുന്ന ഇൻഫെക്ഷൻസ് ആണ് യൂറിനറി ഇൻഫെക്ഷൻസ്. ഏതൊക്കെയാണ് യൂറിനറി സിസ്റ്റമായി ബന്ധപ്പെട്ട് വരുന്നത്? കിഡ്നീസ്, ബ്ലാഡർ or urethra. URETHRA urethra. ബ്ലാഡർ എന്ന് പറയുന്ന മറ്റൊരു പേരാണ് യുറേന്ദ്ര. എന്താണ് കിഡ്നിയിലെ അല്ലെങ്കിൽ ബ്ലാഡറിലൊക്കെ എന്താണ് ഇൻഫെക്ഷൻസ് വരുന്നത്? ചിലവര് പറയില്ലേ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കിയതിനു ശേഷം എന്താണ് യൂറിൻ പാസ് ചെയ്യും, എന്താണ് പുകച്ചില്, വേദന, വയറുവേദന എന്നൊക്കെ പറയില്ലേ? അതൊക്കെ എന്താണ് യൂറിനൽ ഇൻഫെക്ഷൻസ് ആണ്. എന്താണ് ഒരാള് അല്ലെ ഹോസ്പിറ്റലില ടോയ്ലറ്റ് യൂസ് ചെയ്യുന്നത് ഒരുപാട് പേര് യൂസ് ചെയ്യുന്നുണ്ട് അല്ലെ? അപ്പൊ എന്താണ് ഇൻഫെക്ഷൻസ് വരാം. An infection in any part of the urinary system. An infection in any part of the urinary system. The kidneys, bladder or urethra. URETHRA. എന്താണ് മൂത്രനാളികയിലല്ലേ എന്താണ് യൂറിനൽ ഇൻഫെക്ഷൻസ് വരുന്നത്? എന്താണ് യൂറിൻ പാസ് ചെയ്യും, എന്താണ് പുകച്ചിലോ അല്ലെങ്കിൽ എന്താണ് നീരലോ അല്ലെങ്കിൽ എന്താണ് വയറുവേദന അല്ലെ? അസഹ്യമായ വയറുവേദനയൊക്കെ വരുമ്പോ എന്താണ് നമ്മ പറയും യൂറിനൽ ഇൻഫെക്ഷൻസ് ആണെന്ന് പറയില്ലേ? ഓക്കെ, ക്ലിയർ ആയോ? അതിന് പറയുന്ന UTIS എന്ന് പറഞ്ഞാൽ എന്താണ്? യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ. നെക്സ്റ്റ് പറഞ്ഞോട്ടെ, യൂറിനറി ഇൻഫെക്ഷൻസ് മനസ്സിലായോ? ഇത് ജസ്റ്റ് ഈ പേര് മാത്രം പറയാൻ പഠിക്കാനുള്ളൂ. മിസ് ജസ്റ്റ് പറഞ്ഞു തന്നാണ് കേട്ടോ. സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ. എന്താണ് സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻസ് എന്ന് പറഞ്ഞാൽ? എന്തായിരിക്കും? സർജറി കഴിഞ്ഞ ഭാഗത്തിലെ സൈറ്റ്, സർജിക്കൽ സൈറ്റ് എന്താണ്? സർജറി കഴിഞ്ഞ ഭാഗത്ത് ഉണ്ടാകുന്ന ഇൻഫെക്ഷൻസ്. എന്താണ് ഒരാള് സർജറി കഴിഞ്ഞിട്ട് വരുമ്പോ പറയില്ലേ എന്താണ് ആ സർജറി കഴിഞ്ഞ ഭാഗത്ത് എന്താണ് പഴുപ്പോ അതല്ലെങ്കിൽ എന്താണ് വേദനയോ വരുന്നുണ്ടെന്ന് പറയാം, അല്ലെങ്കിൽ സ്റ്റിച്ച് പഴുക്കണം എന്നൊക്കെ പറയും. കേട്ടിട്ടുണ്ടോ? അതാണ് സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻസ്. നമ്മുടെ വയറിന് എന്താണ് സ്റ്റൊമക്കിന് എന്തെങ്കിലും സർജറി കഴിഞ്ഞിട്ടോ അതല്ലെങ്കിൽ എന്താണ് അപ്പൻഡിക്സിന്റെ സർജറി ഒക്കെ കഴിഞ്ഞിട്ട് വരുമ്പോ എന്താണ് ഇൻഫെക്ഷൻസ് ആയിട്ടെന്നൊക്കെ പറയില്ലേ? അങ്ങനെയുള്ള ഇൻഫെക്ഷന് പറയുന്നതാണ് സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ. എഴുതിയെടുത്തോട്ടാ, സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ. And infections that occurs in the area of the body where surgery was performed. എവിടെയാണോ സർജറി ചെയ്തത് ആ ഭാഗത്ത് ഇൻഫെക്ഷൻസ് എന്താണ് വല്ല പഴുപ്പോ അല്ലെങ്കിൽ എന്താണ് വേദനയോ ഒക്കെ വരുമ്പോ പറയുന്നതാണ് സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ. ക്ലിയർ ആയോ? അത് ക്ലിയർ ആയോ? ക്ലിയർ ആയോ? എന്തായാലും ഒന്നും പറയാത്തെ? എന്ത് പറ്റിന്ന്? ആർക്കും ഒരു ഉഷാറില്ലല്ലോ. ഒന്നുകൂടി പറയണോ?
സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞാല് നമുക്ക് സർജറി നടന്ന ഏതെങ്കിലും ഒരു ഭാഗത്ത്, ഞാനിപ്പോ വയറിന് എന്തെങ്കിലും സർജറി കഴിഞ്ഞ്, അല്ലെങ്കിൽ എന്താണ് തൊണ്ടയ്ക്ക് അല്ലെങ്കിൽ കാലുമ്പോൾ എന്താണ് സ്റ്റീല് മാറ്റിയത്, സ്റ്റീല് വെക്കുക, അങ്ങനെ എന്തെങ്കിലും സർജറി കഴിഞ്ഞു, എന്നിട്ട് എന്താണ് അവിടെ എന്തെങ്കിലും ഇൻഫെക്ഷൻസ്, വേദനയോ അതല്ലെങ്കിൽ എന്താണ് പഴുക്കുക, സ്റ്റിച്ച് പഴുക്കുക എന്നൊക്കെ പറഞ്ഞില്ലേ, സർജറി കഴിഞ്ഞ ഭാഗത്തെ സ്റ്റിച്ച് പഴുക്കുക എന്നൊക്കെ പറയില്ലേ, അതാണ് സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ. ഇപ്പൊ എന്താണ് സിസേറിയൻ കഴിഞ്ഞ അല്ലെ, എന്താണ് ഡെലിവറി അല്ലെ, സിസേറിയൻ കഴിഞ്ഞ ലേഡിക്ക് എന്താണ് ആ സിസേറിയൻ കഴിഞ്ഞ ഭാഗത്തെ സ്റ്റിച്ച് പഴുക്കുന്നൊക്കെ പറയില്ലേ, അതൊക്കെയാണ് സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ. ക്ലിയർ ആയോ? ഗ്യാസ്ട്രോ എൻട്രൈറ്റിസ്, ഗ്യാസ്ട്രോ എന്ന് പറഞ്ഞ എവിടെയാണ്, സ്റ്റൊമക്കുമായി ബന്ധപ്പെട്ടാണ് അല്ലെ, സ്റ്റൊമക്കുമായി ബന്ധപ്പെട്ട് ഇൻഫെക്ഷൻസ് വരുന്നതാണ് ഗ്യാസ്ട്രോ എൻട്രൈറ്റിസ്. എന്താണ് സ്റ്റൊമക്കുമായി ബന്ധപ്പെട്ട് ആമാശയത്തിൽ അതല്ലെങ്കിൽ കുടലിന് എന്തെങ്കിലുമൊക്കെ വീക്കം സംഭവിക്കുക, അതൊക്കെയാണ് ഗ്യാസ്ട്രോ എൻട്രൈറ്റിസ്. ഇതിന് പറയുന്ന വേറൊരു പേരാണ് സ്റ്റൊമക് ഫ്ലൂ. എന്താണ് ഗ്യാസ്ട്രോ എൻട്രൈറ്റിസിന് പറയുന്ന മറ്റൊരു പേരാണ് സ്റ്റൊമക് ഫ്ലൂ. എഴുതിയെടുത്തോ, എഴുതിയെടുത്തോട്ടാ. ഇറ്റ് ഈസ് ഇൻഫ്ലമേഷൻ, ഇറ്റ് ഈസ് ഇൻഫ്ലമേഷൻ from an infection it is inflammation from an infection from in your stomach and intestines. നമ്മുടെ കുടലിനോ അല്ലെങ്കിൽ ആമാശയത്തിനോ വീക്കം സംഭവിക്കുന്നത്. From an infection from in your, it is inflammation, it is inflammation, inflammation from an infection, from an infection from in your stomach and intestines. From in your stomach and intestines. എന്താണ് നമ്മുടെ ആമാശയത്തിന് അല്ലെങ്കിൽ കുടലിനൊക്കെ എന്താണ് ഇൻഫെക്ഷൻസ്, ഇൻഫ്ലമേഷൻ, വീക്കം സംഭവിക്കുന്നതാണ് ഗ്യാസ്ട്രോ എൻട്രൈറ്റിസ്. നെക്സ്റ്റ് മെനിഞ്ചൈറ്റിസ്. മെനിഞ്ചൈറ്റിസ് കേട്ടിട്ടുണ്ടോ? മെനിഞ്ചൈറ്റിസ് എന്താണ്? മെനിഞ്ചൈറ്റിസ് കേട്ടിട്ടുണ്ടോ? ബ്രെയിനുമായി ബന്ധപ്പെട്ടതാണ് കേട്ടോ, എഴുതിയെടുത്തോ. It is an infection, it is an infection, meningitis, it is an infection and inflammation, inflammation of the brain and spinal cord, of the brain and spinal cord, brain and spinal cord. മെനിഞ്ചൈറ്റിസ് കേട്ടിട്ടുണ്ടോ? മെനിഞ്ചൈറ്റിസ് നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ചിട്ടുണ്ട്. മെനിഞ്ചൈറ്റിസ് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടോ? തലവേദന അതല്ലാണ്ട് എന്താണ് നമ്മുടെ ബ്രെയിനിനെ അതല്ലെങ്കിൽ നമ്മുടെ സ്പൈനൽ കോഡിനെയൊക്കെ പ്രൊട്ടക്ട് ചെയ്യുന്ന, കവർ ചെയ്യുന്ന ഒരു ആവരണത്തെ പറയുന്നതാണ് മെനിഞ്ചൈറ്റിസ്. ആ മെനിഞ്ചൈറ്റിസിന് എന്തെങ്കിലും ഇൻഫെക്ഷൻസ് ഏൽക്കുന്നതാണ് മെനിഞ്ചൈറ്റിസ്. ക്ലിയർ ആയോ? 10ല് പഠിച്ചിട്ടുണ്ട്, അതേപോലെ നമ്മൾ സ്കൂളില് പഠിച്ചിട്ടുണ്ട്. എന്താ നമ്മുടെ സ്പൈനൽ കോഡിനെ അതല്ലെങ്കിൽ ബ്രെയിനിനെ കവർ ചെയ്യുന്ന, പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു ലെയറിനെ പറയുന്നതാണ്, ഒരു ആവരണത്തെ പറയുന്നത് മെനിഞ്ചൈറ്റിസ്. അതിന്റെ എന്തെങ്കിലും ഇൻഫെക്ഷൻസ് വരുന്നതാണ് മെനിഞ്ചൈറ്റിസ്. ക്ലിയർ ആയോ? എന്താണ് പ്രൊട്ടക്ട് ചെയ്യുന്ന ആവരണമാണ് മെനിഞ്ചസ്. ആ മെനിഞ്ചസിന് എന്തെങ്കിലും ഇൻഫെക്ഷൻസ് എന്താണ് ഹോസ്പിറ്റലിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും ഇൻഫെക്ഷൻസ് ഏൽക്കുന്നതാണ്, അസുഖത്തെ പറയുന്നതാണ് മെനിഞ്ചൈറ്റിസ്. ഓക്കെ, എന്താണ് നമ്മുടെ ബ്രെയിനിനെ അല്ലെങ്കിൽ ബ്രെയിനിലുള്ള സ്പൈനൽ കോഡിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന, കവർ ചെയ്യുന്ന ഒരു ആവരണത്തിൽ പറയുന്നതാണ് മെനിഞ്ചൈസ്. ആ മെനിഞ്ചസിന് എന്തെങ്കിലും ഇൻഫെക്ഷൻസ് വരുന്നതാണ് മെനിഞ്ചൈറ്റിസ്.
ഇത് നിങ്ങൾക്ക് പഠിക്കാനൊന്നുമില്ല, മിസ് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി മാത്രം പറഞ്ഞു തരുന്നതാണ് ഈ മെനിഞ്ചസ് എന്താണെന്ന് കേട്ടോ. ഞാൻ പറഞ്ഞത് മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. ഇറ്റ് ഇസ് എൻ ഇൻഫെക്ഷൻ. എന്താണ്? നമ്മുടെ ബ്രെയിനിനോ അതല്ലെങ്കിൽ സ്പൈനൽ കോഡിന് എന്തെങ്കിലും ഇൻഫെക്ഷൻസ് വരുന്നതാണ് മെനിഞ്ചൈറ്റിസ്. ഓക്കെ അശ്മിൽ, ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് മിസ് പറഞ്ഞത് മെനിഞ്ചസ് എന്താണ് കേട്ടോ. പിന്നെ നിമോണിയ. നിമോണിയ എല്ലാവരും കേട്ടിട്ടുള്ളതാണ് അല്ലെ? കേട്ടിട്ടുണ്ടോ നിമോണിയ? എന്താണ്? പനിയൊക്കെ വരുന്നത് അല്ലെ? എഴുതിക്കോ. എന്തിനെയാണ് അത് ബാധിക്കുന്നത്? ഫീവർ. എന്തിനെയാണ് ബാധിക്കുന്നത്? നിമോണിയ ലങ്സിനെ ആയിരിക്കും അല്ലെ? ലങ്സിനെ ബാധിക്കുന്നതാണ്. നെക്സ്റ്റ് എഴുതിക്കോ, നിമോണിയയും കൂടി എഴുതിക്കോ. ഇറ്റ് ഈസ് ഇൻഫെക്ഷൻ. It is infection and fluid in your lungs caused by it is infection and fluid in your lungs caused by a bacterial, viral or fungal infections എന്താണ്? നമ്മുടെ ലങ്സിന് എന്തെങ്കിലും ഇൻഫെക്ഷൻസ്, എന്താണ് അതിൽ ഇൻഫെക്ഷൻസ് വന്നങ്ങാട്ട് ഇതിൽ ഫ്ലൂയിഡ് നിറയുകയെ അല്ലെങ്കിൽ എന്താണ് ഇൻഫെക്ഷൻ വരുന്നതൊക്കെയാണ് എന്തൊക്കെ കൊണ്ട്? ബാക്ടീരിയയുടെ എന്തെങ്കിലും പ്രസൻസ് കൊണ്ട്, അതല്ലെങ്കിൽ വൈറസ് അണുബാധയേൽക്കുന്നത്, അതല്ലെങ്കിൽ ഫംഗൽ അണുബാധയേൽക്കുമ്പോഴൊക്കെ എന്തെങ്കിലും ഇൻഫെക്ഷൻസ് വരുന്നതൊക്കെയാണ് നമ്മൾ എന്ത് പറയുന്നത്? നിമോണിയ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ലങ്സിന് വരുന്ന ഇൻഫെക്ഷൻസിന് പറയുന്നതാണ് നിമോണിയ. ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ക്ലിയർ ആയോ? മിസ് കുറച്ചെടുത്തിട്ടുള്ളൂ. ഹോസ്പിറ്റലൊക്കെയാണ്. ഓക്കെ, ഇനി ബാക്കി മിസ് നെക്സ്റ്റ് ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യാം ട്ടോ. ഓക്കെ, താങ്ക് യു ഓൾ.